ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാലല്ലോ ശരീരത്തിന് വന്നിട്ട് പനി പോലെ മനസ്സിൽ വരുന്നൊരു അസുഖം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നീയും അങ്ങനെ കാണണം. പ്രോമിസ്. ഞാനൊരാളെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. സുഖു കേൾക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞെന്ന് പറയാവോ? മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അതിന് സുഖുന്റെ ജീവിതം ജയിലിൽ ഒരുക്കി തീർക്കണോ? പറ, നിങ്ങൾ പറയടാ. എന്റെ പൊന്നു സുഖു, ഇതിൽ നല്ല പാച്ചം പറയാൻ തുടങ്ങിയിരുന്നു. പാച്ച ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾക്കടയില് സുഖുന്റെ ക്ലാസ്സിൽ സ്ഥാനമില്ല. സൂചേട്ടം സൂചേട്ടം അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ആരും മാറാമുള്ളടാ, സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ. നീ നോക്കിക്കോ, എനിക്കൊരു പെണ്ണൂലും കിട്ടൂല. കിട്ടും സൂചേട്ടാ, കിട്ടും. ഇല്ലെങ്കിൽ ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് തരും. ഹലോ, ആ സൂചേട്ടാ എന്റെ അടുത്തുണ്ടല്ലോ. ആ വരാം. പിന്നെന്താ സൂചേട്ടാ, വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുത്തോ, സുമയ്ക്ക് എന്തോ പറയണമെന്ന്. എടാ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുള്ളേ, ഞാനൊന്നല്ല ഹോസ്പിറ്റലിലോട്ട്. അവിടെ നിറച്ച ആൾക്കാരായിരിക്കൂടാ. പിന്നെ അവിടെ ചുമയും പനിയായിട്ട് വരുന്നവരല്ല, നിങ്ങളെ കാണായിരിക്കും. പാച്ച 5 മിനിറ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ പറ, ആൾക്കാരൊക്കെ നോക്കണെന്ന്. ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടെ സൂചേട്ടാ? തിരിഞ്ഞ മലന്ന തലകുത്തി എങ്ങനെങ്കിലും പറയുന്നു. താങ്ക് യു. സൂചേട്ടന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സൂചേട്ടനോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇതൊരു പൂന്തോട്ടത്തെ വെച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. തിരിയട്ടെ മോളെ സുമേ, നീ ആരാ? അയ്യോ സൂചേട്ടൻ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ പെങ്ങള്. സുധാകരന്റെ പെങ്ങള്? സുധാകരൻ ആരാ? എൻ്റെ കൂട്ടുകാരൻ. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. ആരാണ്? പെങ്ങള്. പെങ്ങള്. സൂചേട്ടം നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടത്തില്ലെന്ന്, എന്നിട്ട് ഇപ്പൊ അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് അങ്ങനെ പറഞ്ഞേ? ആരും കിട്ടില്ലെങ്കിൽ പെങ്ങളെ കെട്ടാനിട്ടെ സുഗുന് ശരിക്കും കപ്പ പഠിക്കാൻ പോയതുകൊണ്ടാ ചേട്ടായി വരാത്തെ. എന്തുട്ട് അയാളോട് എന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ വല്ല പ്രസവിച്ചെടുക്കാനും ഇവിടെ. എന്റെ പൊന്നോ, ഇളകിന്നാ തോന്നണേ ഇവന്. കുഞ്ഞി, ഞാൻ കേട്ടിട്ടാ, ഞാൻ കേട്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കാതെ പറഞ്ഞു വിടറി. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ, എന്തൊന്നും ആടി. അതെ, ഇങ്ങോട്ടോ. ആ അവിടെ നിന്നോട്ടെ. ഓക്കെ. എടാ പാച്ച, നീ ഇന്നലെ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതാരായിരുന്നടാ? അത് തങ്കു കൊച്ചച്ഛൻ്റെ മോളാ സൂചേട്ടാ. എടാ അതിന് തങ്കു കൊച്ചനൊക്കെ സമ്മതിക്കുവോ? സൂചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചേട്ടനെ കെട്ടിയാനെ. എടാ നീ അതിന് പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതോ. എടാ നീ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഒന്ന് പോയടാ അവിടെ. അമ്മച്ചി വീട്ടിലെ ചെല്ലൊന്നും കൊണ്ടാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക്. എല്ലാവരും കേട്ടോ, മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. പൈസങ്കാത്തി പാത്തിന്റെ കണ്ണൂത്തി കയറണോ? കുത്തിക്കഴിയല്ലടാ, ഡേച്ചറാ.
നിന്നെ തനിച്ചാക്കി പോണേലും അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. നിങ്ങൾ അതൊന്നും പറഞ്ഞു അവൻ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. Correct. അത് തന്നെ ഞാനും പറയാൻ വന്ന്. ആ എല്ലാരും ഇറങ്ങിക്കോ, വേഗം പോവാം. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എൻ്റെ വണ്ടി 2 ദിവസം ഇട്ട് ഭയങ്കര കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാലോ. ഓഹോ, ഇത്രയൊക്കെയായിട്ടും എത്രയൊക്കെയായിട്ടും വണ്ടി എന്തുകൊണ്ടാ? നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്ക് ലൈൻസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്ക് എല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാവനോട് ആദ്യം, എന്നിട്ടുണ്ടാക്കുക കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ എന്തോ പരിപാടി കിടക്കണ്ടല്ലോ. പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തങ്ങനെയാണോ? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളുടെ കല്യാണം. അവളുടെ വീട്ടിലാണ് കല്യാണം. എടാ കോപ്പ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനാവട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതെന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ? എന്തെങ്കിലും കൊണവളെ വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ പോരാ. അതൊന്നും പറ്റില്ല. കല്യാണം ഇവിടെ എന്തേലും പറ്റിയാലേ എനിക്കതല്ലോ. എടാ നിനക്ക് 4 കിട്ടണോടാ, എന്നാലും നീ പട്ടിക്കോളൂ. രാവിന്റെ കാവൽക്കാരനാ മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ. അനീഷ, അതാരാ? നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടെ. ഞാൻ കുഞ്ഞാടെ വേണ്ട, അവൻ വേറെ വഴി ഒളിച്ചോടിയിട്ടുണ്ട്. അവൻ ഒളിച്ചോടുന്ന എന്റെ അടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. എല്ലാ കാര്യം നിങ്ങൾ പറയണോ? സോറി, നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്ക് അറിയണ്ട. അതെല്ലേ മാറിയേ. ചേട്ടാ, വരുന്നവർക്ക് ഞാൻ ആരുടെ ഒളിച്ചു കൊടുക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. ആറ് കൈ ഇടല്ലോ. ഇതെന്താണ് എന്തൊരു കഷ്ടം, വേഗം കയറുമെന്ന്. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായ. നീ ഇവിടെ കയറിയിരിക്കണം. ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. നിന്നോടാരും ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞത്? സാരമില്ല, പോട്ടെ. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ചിലരെ നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ചേട്ടൻ ചാറ്റൽമഴയും ചക്കവറുത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അല്ല, മഷിത്തണ്ടും മാങ്ങക്കറി എന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ് ഇടുന്നത്. ശ്രദ്ധിക്കൂ പ്ലീസ്. ഞാൻ കുട്ടിയുടെ ജീവിതത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലിസൺ. ഓക്കെ. കുഞ്ഞായിനെ നീ അനീഷിനെ നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിലും അവൻ നിന്നെ ഉപയോഗിച്ചുപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രണയം അഭിനയിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ വിളിച്ചപ്പേ അവൻ പറഞ്ഞു നിന്നെ വേണ്ടെന്ന്. എന്ത് ചെയ്യും? എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? നശിച്ച സമൂഹം. അല്ലപ്പോ അവനാ നിങ്ങളുടെ പ്രണയവും പോയാ പോട്ടെ, കുഴപ്പമില്ല.
പോയാ പോട്ടേന്നാ. പിന്നെ നീ എന്ത് കാര്യത്തിന് എന്റെ വണ്ടി കയറി എഴുതലോ ഒന്ന്? വേണ്ട, നീ അനങ്ങണ്ടോ? നീ അവിടെ തന്നെ ഇരുന്നോ. നിന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടോളാം. കേട്ടോ? എന്നാലും 20 തിരിച്ചു കൊടുക്കേണ്ടി വരും. ഏത് 20 പവൻ? 216 ആര് വാങ്ങി? കല്യാണത്തിനാണ് കാണാണ്ട് പോയാ തുറന്നാല് വെള്ളം വരുള്ളൂ. സത്യമായിട്ട് ഞാൻ എടുത്തല്ല കേട്ടാ. എവിടെ കൊണ്ടു കളഞ്ഞ്? തുടക്കി ഞാൻ വരുന്നതിന് മുന്നേ 20 പവൻ ഒളിപ്പിച്ചു വെച്ചായിരുന്നു. അത് ഞാൻ നിന്റെ തലയിലിടും. എന്റെ തലയില എന്റെ പൊന്നേച്ചി. ഞാനും തെറ്റിയത്. കുഞ്ഞായല്ലേ ചതിച്ചത്, ഞാനല്ലല്ല. എനിക്ക് ആവില്ലെന്ന് നീയല്ലേ? അതൊക്കെ അത്ര വലിയ പ്രശ്നമാണ്. സുമ എന്താ സുമ? ഇഷ്ടായോ? എടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. സുധാകരന്റെ അതല്ല, കപ്പ ഇഷ്ടായോന്ന് ചോദിച്ചേ. പിന്നെ കപ്പ നല്ല സൂപ്പറായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി വന്നാണ് നീ? അല്ല, ഞാൻ എന്റെ പാത്രം ചോദിക്കാൻ വേണ്ടി. എന്റെ സുമ, നിനക്ക് ഉറക്കൊന്നുമില്ല ഇത്ര സമയമായിട്ട്? ഈ പാതിരാത്രിക്ക് പാത്രം കൊണ്ടിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ രാവിലെ കൊണ്ട് തരാം. അതല്ല, ഈ ലൈറ്റ് ഓണ കിടക്കുന്നുണ്ടപ്പോഴേ ഞാൻ സൂചേട്ടൻ ഉറങ്ങിയില്ലായിരിക്കും. ലൈറ്റാ? ലൈറ്റല്ലേ? കുഴപ്പമില്ല, പാത്രം സൂചന വെച്ചോ. കണ്ടിന്യൂ. എന്ത് കണ്ടിന്യൂ? മോണാക്ട്. മോണാക്ട്. സുജിത് കുമാർ. സൂചേട്ടാ, നീ ഇവിടെ കയറി കിടക്കോണാ? നാളെ എന്റെ വീട്ടുകാരൊക്കെ എത്തും. ഇവിടെ ഞാൻ എങ്ങോട്ട് പറഞ്ഞ സൂചേട്ടാ? ചേട്ടനൊരു സ്ഥലം കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോളാം. ഒരു സ്ഥലം ഒപ്പിച്ചാ സൂചേട്ടാ? ഞാൻ ഇവിടെ ഒപ്പിക്കാനാ. അവര് വെളുപ്പിന് ഇവിടെ എത്തും. അയ്യോ, വെളുപ്പിന് വരൂ. ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോണ? ഉറങ്ങല്ലേ? ഉറങ്ങിയ? ഹലോ പ്ലീസ്. ഹലോ ചേച്ചി, ഉറങ്ങിയ? ഹലോ ഹലോ പാച്ച, എടാ നീ ഉറങ്ങിയ? എടാ നീ ഇപ്പൊ തന്നെ ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ട് എന്നെ വിളിക്ക്. ഞാനൊരു പെണ്ണായിട്ട് അങ്ങോട്ട് വരാം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യഭിചരിക്കാൻ പോകണോ സൂചേട്ടാ? പാച്ച, നീ കൂടുതൽ കാര്യം അന്വേഷിക്കണം. ഞാൻ പറയണ കേട്ടാ മതി. നീ റൂം എടുത്തിട്ട് വിളിക്കടാ. ഞാൻ എടുത്ത് നോക്കിയോ, എനിക്കെന്താ? ആരാടാ വന്ന? ഞാനാ സുഖുവാ. കൊച്ചാണാ? എടാ, എനിക്ക് കണ്ണൊന്നും കാണാൻ പാടില്ല. കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോ കുറച്ചൊക്കെ കാണാൻ, ഇപ്പൊ ഒട്ടും കാണാൻ പാടില്ല. നീ എഴുന്നേറ്റ്. നിനക്ക് ചായ വേണ്ട? വേണ്ട. രാവിലെ തന്നെ കൊണ്ടറാ. ഞാനൊന്ന് അടുക്കള വരെ പോയതാ. അമ്മ ഒരു ചായമ്മ. അതെ, ഞാനെന്താ ഈ വീട്ടിലെ ഫർണിച്ചറാണോ? എനിക്ക് രാവിലെ ഏലക്കായ ചായ വേണം ഞാൻ പറഞ്ഞു. ചില വേർപാടുകൾ കണ്ണീരിനേക്കാൾ പുഞ്ചിരി സമ്മാനിക്കും. നീ രാവിലെ കുളിച്ചൊരുക്കി നിനക്ക് അലക്കാൻ വരുന്നോ? അയ്യോ മോളെ, ഞാൻ അലക്കില്ലായിരുന്ന. മോളെന്തിനാ അലക്കിയ? അത് കുഴപ്പമില്ല അമ്മ. എന്തൊക്കെ ഇവിടെ നടക്കണത്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. എന്റെ ഇഷ്ടം. ഇന്നലെ രാത്രിയാണ് ആദ്യമായിട്ട് ഞാൻ കണ്ടത്. അല്ലേ? നോണയൻ.
പിന്നെന്തിനാ നീ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയേ? ഈ കൊച്ചു ഇന്നലെ നിന്റെ കൂടെ ഒളിച്ചോടി പോകുന്നില്ലേ? എന്നിട്ടൊരു കൂസലില്ലാതെ കിടന്നുറങ്ങുക. കൂസലില്ലാത്തല്ല, മരവിച്ചു പോയതാണ്. മരവിപ്പൊ കണ്ട എനിക്കറിയാം. ഇത് മരവിപ്പൊന്നും പിന്നെ എങ്ങനെയാണ് നിന്റെ എല്ലാ കൈ കൊച്ചറിയണത്? അത് കുഞ്ഞായി പറഞ്ഞായിരിക്കും. കുഞ്ഞായുടെ പുള്ള ഓടിച്ചോടി പോയത്. കുഞ്ഞായി ആരാ സൂചേട്ടാ? കുഞ്ഞായി എനിക്കറിയാൻ പോലടി. വിശ്വാസം കൂടാന്നിട്ട് പേടിപ്പിക്കുന്ന നോക്കമ്മേ. മോനെ കല്യാണം നടക്കൂലെന്ന് വിചാരിച്ച നിനക്ക് ദൈവം നമ്പരാനായിട്ട് കൊണ്ടുവന്ന കൈ വിടരുത്. എന്റെ ദൈവമേ, ചെറുക്കന് നല്ല ബുദ്ധി തോന്നിക്കണേ. അക്കായിക്ക വെക്കം പൊക്കോ. അതെ, ഇത് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല സൂചേട്ടാ. പോകുന്ന വഴി അങ്ങ് പൊക്കോട്ടെ. ആ വഴിയുണ്ട് നെഞ്ചത്തേക്കൂട്. എന്താ കേറുന്നില്ലേ? കുമ്മ. ഇല്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അമ്മേ, സൂചിയുടെ ഡ്രസ് എടുക്കണ്ട കേട്ടോ. ഞാൻ എടുത്തോളാം. പാത്രം അകത്തിരിപ്പുണ്ട്. അമ്മേ പാത്രം. ഹലോ സൂചേട്ടാ, എന്താ വരാത്തെ? നീയേ കടയിലോട്ട് നോക്കോ. അപ്പൊ ഈ റൂമാ? സൂചേട്ടാ നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ കുഞ്ഞായി അവിടെ ഉണ്ടെങ്കിൽ വിടണ്ടട്ടാ. അവളിങ്ങനെ സമ്മതിച്ചാലാ? അവിടെ സമ്മതിച്ചാൽ കെട്ടണ സുഖു നല്ല പെണ്ണല്ലേ? നിനക്കാണെങ്കിൽ വേറെ പെണ്ണെന്ന് കിട്ടൂട്ടാ. കുഞ്ഞായി സുഖു സൂചേട്ടാ, ഈ ഐഡിയ കൊള്ളാം. സൂചേട്ടനകത്ത് നിന്ന് അവളടുത്ത് കെട്ടിക്കൊള്ളാന്ന് പറ. അപ്പൊ അവളൊന്ന് പേടിക്കും. അങ്ങനെ പേടിച്ചവളെ തകർന്ന് നിന്റെ കാലിൽ വീണ് പറയും, സൂചേട്ടാ എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പൊക്കോട്ടെ. അപ്പം സൂചേട്ടൻ പറയണം, നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. അങ്ങനെ തകർന്നു നിൽക്കുന്ന അവളുടെ കരച്ചില് കണ്ട് കണ്ട് മടുക്കുമ്പോ നീ പറയണം, ജാവോ ആവോ വായോ വോ. പോയി പറ. സാരല്ലടാ, എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല കേട്ടാ. എനിക്കും അടിയനെ പോന്നു. എടാ മറ്റേ വട്ടിന്റെ കേസറിഞ്ഞ പോരാൻ പറ്റിയില്ല. കപ്പറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. നന്നായി. എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? എന്നാ മതാണോ നിന്റെ പ്രശ്നം? എടി എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചോപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാത്രം മനുഷ്യന്മാരുടെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറയും കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനുള്ളൊക്കെ നടന്നു. എടാ മോനെ, നീ ചോറിന്നത് പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ, നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ച്, എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്താമെന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ. ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞു. എന്നാ ഓക്കെ. നാളെയോ മറ്റന്നാളോ. ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇങ്ങനെ നേരം മോളെ. മോനെ, ഇന്ന് കല്യാണമില്ല, കുറച്ച് തേങ്ങ പോയിച്ചു തരുമോ? അശ്വതി മോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില് നിങ്ങൾക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തിന്? അയ്യോ ശിവനടി
ഷീബയുടെ അപ്പനാ. ആ വാ വാ കേറി വാ കേറി വാന്ന് ഇരിക്കി. അമ്മ ഇതാരോ വന്നിരിക്കണം നോക്കിയേ. ഉള്ളത് ചായ ഇങ്ങെടുത്തോ. കുട്ടികൾ കല്യാണം ഏർപ്പാടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാരണവന്മാരാണല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഏത് നമുക്ക് ഇവരുടെ കല്യാണം ഉണ്ടല്ല അതിഗംഭീരമായിട്ടൊക്കെ നടത്തിയേക്കാം. ബേബിന്ന് കണ്ടല്ലേ പേര് പറഞ്ഞു. ഓ വീട്ടിലത്തെ ആദ്യത്തെ കല്യാണം നമുക്ക് ഞാൻ ഷീബേനെ കൊണ്ടുപോകാമെന്നാ. ഞാൻ വരുന്നില്ല. നീ വന്നു കയറിക്കണ ഒരു കുടുംബത്തായതുകൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് ഓർത്ത് ഒറ്റയ്ക്ക് വന്നത്. ദേവിച്ചായ എന്തായത്? കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അങ്ങോട്ട്. അതിനൊരു പ്രശ്നമുണ്ട്. മതമാണോ പ്രശ്നം? എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെ. 18 വയസ്സ് തികഞ്ഞിട്ടില്ല. കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം കല്യാണം. അനീഷേട്ടാ ഇന്ന് അനീഷേട്ടാ സോ മച്ച് പെങ്ങളുട്ടി. നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രായവൃത്തിയാവുന്നതിനെ കെട്ടിച്ചിടുന്നതിന് ഡാഡി പോലീസ് കൊണ്ടുപോണ്ടേ? ഡാഡി ഒരു കാര്യം എനിക്ക് മണ്ടത്തരം കാണിച്ച് എന്തായാലും പോലീസ് കൊണ്ടു. നമ്മുടെ ഡാഡി വന്നിട്ടുണ്ട്. അവക്ക് 18 വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ആർക്ക്? ഷീബയ്ക്ക്. ആര് പറഞ്ഞു? അവളച്ഛൻ. ഒന്ന് പോടാ അവിടുന്ന്. ചുമ്മാ കല്യാണം നടത്താൻ പോയപ്പോ 18 ആയിട്ടില്ലെന്ന് ചുമ്മാ പറഞ്ഞായിരിക്കും. പോയതുണ്ട്. ചായ എടുക്കാൻ മാറില്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തിനാടാ? ചുമ്മാ ഒന്ന് എക്സ്ട്രാ എടുക്കാൻ. ചുമ്മാ. സൂചോട്ടം വേണേ ചുമ്മാ ഒന്ന് ഒളിവിപ്പോക്കോ. എന്തിന്? ചുമ്മാ. ഓ ചുമ്മാ. നമ്മളായിട്ട് വിളിച്ചിട്ട് വന്നല്ലേ, നമ്മളായിട്ട് വന്ന് കയറിയതല്ലേ. ഉണരൂ വേഗം നീ സുഗറാണി വന്നു നായിക പ്രേമത്തിൻ മുരളി ഗായിക. നമുക്ക് കല്യാണം കഴിക്കട്ടെ സൂചേട്ടാ? എന്നെ വെറുതെ ചലഞ്ച് ചെയ്യാൻ നിക്കല്ലേ. ഇത്രയും നാള് നീ പറയണം കേട്ട് ഞാൻ ഒരു കൊരങ്ങനെ പോലെ തുള്ളി. ഇനി നടക്കൂല. ഇപ്പറക്കി പോയി നിന്റെ ബേബിയിലെ ഡാഡി, അയാളോട് ഞാൻ മൊത്തം എണ്ണിപ്പറക്കി പറഞ്ഞ കൂടിപ്പോയി നീ മോശക്കുറ്റത്തിലെ കേസ് കൊടുക്കോളൂ. അത് ഞാൻ അങ്ങോട്ട് സഹിക്കിച്ചു. കൊലക്കുറ്റത്തിനാണെങ്കിലോ? ഏതോ ഒരു കുറ്റം. ഒരാളെ കൊന്നിട്ടല്ലോ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി. ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. ലോണിന്റെ ആവശ്യത്തിനാണ്. പാച്ചനോട് ചോദിച്ചു നോക്ക്. ആരോടും പറയില്ല, ഞാൻ കാലുടിക്കാം പ്ലീസ്. എത്ര ഉണ്ടെങ്കിലും ഇടുന്നു. അമ്മയോട് ഞാൻ. എടാ സുഖു, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട. അശ്വതി മോളെ, ഇത് ആരാ പറഞ്ഞേ? കുഞ്ഞായാണ്. സൂചേട്ട പറഞ്ഞു. ഞാനാ? ഇപ്പൊ പറഞ്ഞു. എനിക്കറിയായിരുന്നു. ഞാനേ പറയുന്നത് എനിക്കറിയായിരുന്നു. വേറെ ആരും പറയൂല. അമ്മ അപ്പടിച്ച് തേങ്ങ എടുത്ത് പായസം വയ്ക്കാനാ. ആരോടെങ്കിലും പറയൂ. പിറന്നാളെന്നാ? എടാ നീ എന്തിനാ നമ്മളോട് എന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അത് ഈ പ്രാന്തിന്റെ കേസൊക്കെ. അത് പിന്നെ പണ്ട് ക്യാഷ്വലായിട്ട് ഞങ്ങൾ പണ്ട് പ്രേമത്തിലായിരുന്നല്ലോ സുഖു. ഓ ഇതാണ് പ്രേമം അല്ലേ? എടാ നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാ നമുക്ക് ചുറ്റുള്ളവരെല്ലാം വേണ്ട നമുക്ക് വേണ്ടി മാത്രം നൃത്തം ചെയ്യും. മനസ്സിലായടാ? അതാണ് പ്രേമം. നിനക്ക് തോന്നിയത് രണ്ടൊന്നല്ല സുഖു. ഒന്നായി. എടാ അടുത്ത ദിവസമൊക്കെ 18 വയസ്സാ വേണ്ട. അതിനും അവളെ ഒഴിവാക്കണം. മനസ്സിലായോ? ചേട്ടാ നമുക്ക് അവളെ പഠിക്കാൻ ചേർത്താലോ? പിന്നെ പഠിക്കാൻ ചേർക്കാൻ നീ അവളുടെ അപ്പനല്ലേ? പഠിക്കാൻ ചേർക്കാൻ വേണ്ട. നമുക്ക് അവളോട് പഠിക്കാൻ ചേർക്കാന്ന് പറയാം. എന്നിട്ട് അവളൊരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കാം. എന്നിട്ട് അവളുടെ അച്ഛനെ വിളിച്ച് പറയാം. എന്നിട്ട് അവളുടെ അച്ഛൻ വന്ന് അവളെ കൊണ്ടോട്ടെ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സൂചേട്ടാ ഇത് ചതിയല്ലേ? എന്ത് ചതി? ഒരു ചതിയില്ല. അവളുടെ സ്റ്റൈലിൽ തന്നെ ഒഴിവാക്കണം. ഇതെന്താ താളപ്പൊലിയൊക്കെ? താലപ്പൊളി അല്ലടാ, തിരുവാതിര. ഹായ് മമ്മി. ഏയ് നാളെ ക്ഷീണമായിരിക്കും, അതുകൊണ്ടൊന്ന് ലീവ്. ഇവരുള്ളതാണ് എനിക്കൊരു ആശ്വാസം. എന്താച്ചാ? ഏത് സമയത്തും കൂടെ ഉണ്ടാവും. ഈ ഒരു മാനസിക നിലയിലും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സുഹൃത്തുക്കളായി പോയില്ല അച്ഛാ. അതാണ്. എനിക്കും ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുഖു മരിച്ചുപോയി. അതിനുശേഷമാണ് സുചേട്ടനുള്ള അത് വെച്ചിട്ടുണ്ടേ കുടിക്കണേ.
അല്ല മോനെ പറയണ്ടേ? പറയണം. നീ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാ പോലെ. ഒറ്റക്കാണ്. ഞങ്ങള് വന്നു. ഒന്നൂരോട് പോയി ഉണ്ടാക്കിയാൽ മതി. സുഖുവിന്റെ ഒരു ഭാഗ്യേ ഇത്രയും നല്ലൊരു പെങ്കൊച്ച്. അതും ആ മറ്റേ കാര്യമൊക്കെ അറിഞ്ഞിട്ടും. പക്ഷെ സുചേട്ടനോട് എപ്പോഴും ദേഷ്യം ചേച്ചി. ആണോടാ സുഖു? ആ ആ അയ്യോ അങ്ങനൊന്നും ഇല്ല ചേച്ചി. ഉണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് ആളൊന്നുമല്ല സുഖു. ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് പറ്റിക്കാനും മാത്രം ഉള്ളയൊന്നും അല്ല സുഖു. അല്ലേടാ സുഖു? ചേച്ചി ഇത് പിടിച്ച്. സുഖു പതറാതെ പോയി പറയ കാര്യം. അങ്ങനെ ഒഴിവാക്കിയ സുഖിച്ചേട്ട ഒരു ഊളയാവത്തില്ലേ? രാത്രായില്ലേ പിന്നെ ദൂളയാല്. ഭ്രാന്തനെ പോലെ അല്ലടാ ഊള. സുഖു എനിക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്ത് തരാൻ പറ്റില്ല. ഇത് നീ എങ്ങനെയെങ്കിലൊക്കെ സോൾവ് ചെയ്യണം. എടാ അവളെ എന്നെ വിശ്വസിച്ചാണ് ഇറങ്ങി വന്നേക്കണെന്ന് നാട്ടുകാർ മൊത്തം വിചാരിച്ചേക്കണത്. ഇനി അവളെ എങ്ങനെ ഒഴിവാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ക്രൂരനാവൂലേ നാട്ടുകാരുടെ മുമ്പില്? പിന്നെ നീ എന്ത് ചെയ്യാൻ പോടാ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ലടാ.